നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ. ഇതൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ്, തഹസീൽദാരുടെ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് കാര്യമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചോദിക്കാൻ സാധ്യതയുള്ള 2-3 പോയിന്റ്സ്, അതിനകത്തൊന്നും ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല. അപ്പോൾ എന്താണ് ഡോക്ട്രിൻ ഓഫ് പബ്ലിക് ട്രസ്റ്റ് എന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് റോമൻ എംപയറിലായിരുന്നു. റോമൻ എംപയറിൽ 1500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു തിയറി വരുന്നത്. ഇത് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ റോമൻ കിങ് ആയിരുന്ന ജസ്റ്റീനിയൻ ആണ്. ആരാണ്? റോമൻ കിങ് ആയിരുന്ന ജസ്റ്റീനിയൻ ആണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു തിയറി പോലെ കൊണ്ടുവരുന്നത്. അപ്പം എന്താണ് പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ എന്ന് നോക്കുന്നതിന് മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ എംപയറിലെ റോമൻ കിങ് ആയിരുന്ന ജസ്റ്റീനിയൻ ആണ് ആദ്യമായിട്ട് ഇതെന്താണ്, അല്ലെങ്കിൽ ഈ ഒരു തിയറി പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ ഓഫ് പബ്ലിക് ട്രസ്റ്റ് എന്നുള്ള ഒരു തിയറി കൊണ്ടുവരുന്നത്. ഇനി ഇത് എന്താണെന്ന് നോക്കുവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ദ എയർ, the water and the sea are all common to the public and is entitled to be used by anyone due to the law of nature. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള എയർ, വാട്ടർ, അതുപോലെ സീ ഷോറ്, കടൽ തീരങ്ങൾ, ഇതെല്ലാം എന്താണ്, പബ്ലിക്കിന് അവകാശപ്പെട്ടതാണ് അല്ലേ. അപ്പം ഈ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഡ്യൂട്ടിയാണ് ഇതെല്ലാം കൺസർവ് ചെയ്യുക. ഇതെല്ലാം ആർക്ക് അവകാശപ്പെട്ടാണ്? ഇതെല്ലാം റിസോഴ്സസ് ആണ് ഭൂമിയിൽ നിന്നുള്ളത്. ആ ഭൂമിയിൽ നിന്നുള്ള റിസോഴ്സസിന് എല്ലാ പബ്ലിക്കിലുള്ള എല്ലാവരും ഒരുപോലെ എന്താണ്, അവകാശികളാണ് എന്നാണ് ഇതിൻ്റെ ചുരുക്കരൂപം. അപ്പോൾ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ പബ്ലിക്കിന് അവകാശം, ഫുൾ അവകാശമുള്ളതാണ് നമ്മുടെ ഭൂമിയിലുള്ള എയർ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും സീഷോർ ആണെങ്കിലും എല്ലാം പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക. ഒരിക്കലും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് വെച്ചിട്ട് എല്ലാവരും അടച്ചു പൂട്ടിയിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതാണ് എർത്തിലുള്ള റിസോഴ്സസ്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ 1215 റോമൻ എംപയർ ഒക്കെ തകർന്നിരിക്കുമ്പം ദ മാഗ്ന കാർട്ട കോഡിഫൈ ജസ്റ്റീനിയൻ വേർഡ്സ്, ദസ് ഇൻ ഇംഗ്ലണ്ട് ദ കിങ് ഹാഡ് ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ് but he had to take care of the public trust. The United Kingdom, it include 2 rights. അതായത് റോമൻ എംപയർ ഒക്കെ തകർന്നതിന് ശേഷം 1215 മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലണ്ടിനകത്ത് 2 കാര്യങ്ങൾ, 2 റൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഒന്ന് ജസ്റ്റ് പ്രൈവറ്റ്, വിച്ച് മീൻസ് ഓണർഷിപ്പ് ഫോർ പ്രൈവറ്റ് പാർട്ടീസ്. രണ്ടെന്താ, ജസ്റ്റ് പബ്ലിക്, വിച്ച് മീൻസ് ഓണർഷിപ്പ് ഹെൽഡ് ബൈ ദ കിങ് ആസ് എ ട്രസ്റ്റി ഫോർ ദ പബ്ലിക് ബെനിഫിറ്റ്. അപ്പം അന്ന് രാജഭരണം നടക്കുന്ന സമയത്ത് അവരുടെ മാഗ്ന കാർട്ടയിൽ ഇൻക്ലൂഡ് ചെയ്തത് എന്താണ്, ഒന്ന് ഓണർഷിപ്പ് ഫോർ പ്രൈവറ്റ് പാർട്ടീസ്, രണ്ടാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, കിങ് ഒരു ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കും. എന്തിന്? പബ്ലിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അതേ ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പം ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റും ഒരു ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കും. എന്തിന്? പബ്ലിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള നാച്ചുറൽ റിസോഴ്സ്, എർത്തിലെ നാച്ചുറൽ റിസോഴ്സസ് ആർക്ക് അവകാശപ്പെട്ടതാണ്? പബ്ലിക്കിന് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ പബ്ലിക്കിന് അവകാശപ്പെട്ടതാണ്. സോ അതൊരു പ്രൈവറ്റ് പാർട്ടിക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന മറ്റു കുറച്ച് പോയിന്റ്സ് ആണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഇതെങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നു, പ്രധാനപ്പെട്ട കേസുകളുടെ പേര്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കേസുകൾ. അപ്പം ഇന്ത്യയിലെ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ നോക്കുന്ന സമയത്ത് പല പ്രധാനപ്പെട്ട 3 കേസുകളാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം 3 കേസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പം പ്രധാനപ്പെട്ട കേസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുവാണെങ്കിൽ ഇതൊന്ന് നോക്കി വയ്ക്കുക. MC മേത്ത വേഴ്സസ് കമൽനാഥ് ആൻഡ് അതേഴ്സ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ത്യയിൽ നടന്ന കേസ്. അദ്ദേഹം ഒരു മിനിസ്റ്റർ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയോട് ചേർന്നിട്ട് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബിയാസ്, ഹിമാചൽ പ്രദേശിലെ ബിയാസ് റിവറിൻ്റെ ആ ഒരു മൗത്ത് ഭാഗമായിട്ട് ചേർന്ന് ഇദ്ദേഹം അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അത് നിർത്തലാക്കി, കേസ് കൊടുക്കുകയും അത് കോടതി നിർത്തലാക്കി. അത് പബ്ലിക്കിന് വേണ്ടിയിട്ട്, അതായത് ആ ഒരു ഭാഗം വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തില്ല, വാട്ടർ മൗത്താണത്, ആ ഒരു ഭാഗം പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കപ്പെടുകയൊക്കെ ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട കേസായിരുന്നു ഇന്ത്യയിലെ MC മേത്ത വേഴ്സസ് കമൽനാഥ് കേസ്. അപ്പോൾ MC മേത്ത വേഴ്സസ് കമൽനാഥ് കേസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ അത് വിട്ടുപോകരുത്, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് എഴുതുക. അതുപോലെ MI ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് വേഴ്സസ് രാധേശ്യാം സാഹു, ഇതും പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ്. MI ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് രാധേശ്യാം
സാഹു. ഇതും ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട പബ്ലിക് ഡോക്ട്രൈൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കേസായിരുന്നു. അതുപോലെ ശൈലേഷ് ആർ ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ശൈലേഷ് ആർ ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. അതുപോലെ തന്നെ രണ്ടാമത്തത് MI ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് വി രാധേശ്യാം സാഹു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഏതാണ്? ഇപ്പം പറഞ്ഞതാണ്. ഏത്? നമ്മുടെ കമൽനാഥും MC മേത്ത, നമ്മുടെ മിനിസ്റ്റർ ആയിരുന്ന MC മേത്തയും കമൽനാഥും തമ്മിലുള്ള പ്രധാനപ്പെട്ട കേസും എന്തായിരുന്നു? പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രൈനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട കേസുകളാണ്. ഇനി നമ്മളോട് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഈ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രൈനുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഒരു ഡൗട്ടും വേണ്ട. ഒന്നാമത്തെ ആർട്ടിക്കിൾ 21 അല്ലെ? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനകത്ത് ഇത് ലിങ്ക് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലായി. റിസോഴ്സസിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് പബ്ലിക്കിന് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കത്തക്ക ഒന്നാണ്. അപ്പം അത് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം. അതുപോലെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്, നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. അപ്പോൾ ഡ്യൂട്ടീസിനകത്തും DPSPക്കകത്തും ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 48A എന്ന് പറയുന്ന സെക്ഷനകത്തും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നോക്കുന്ന സമയത്ത് 21 എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ കോർട്ട് സ്റ്റേറ്റഡ് ദാറ്റ് ഹെൽത്തി എൻവയോൺമെന്റ് ഈസ് നെസസറി ഫോർ പ്രൊട്ടക്ടിങ് സേഫ് ഗാർഡിങ് ദ റൈറ്റ് ഓഫ് പീപ്പിൾ. നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം. അതും ഇതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ആർട്ടിക്കിൾ 21 ഇതിനകത്ത് ഡയറക്റ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു കേസിനകത്ത് കോടതി പറഞ്ഞ കാര്യമാണ്. ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ കോർട്ട് സ്റ്റേറ്റ് ദാറ്റ് ഹെൽത്തി എൻവയോൺമെന്റ് ഈസ് നെസസറി ഫോർ പ്രൊട്ടക്ടിങ് ആൻഡ് സേഫ് ഗാർഡിങ് ദ റൈറ്റ് ഓഫ് ദി. ശരിക്കും ഇത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദ ഡോക്ട്രിൻ എൻജോയിൻസ് upon the government to protect the resources as a trustee for the enjoyment of general public rather than to permit their use for private ownership or commercial purpose. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടോ പ്രൈവറ്റ് ഓണർഷിപ്പിൻ്റെ പേരിലോ എൻവയോൺമെൻറ്റിൻ്റെ ഒരു റിസോഴ്സസും അവർക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ഗവൺമെൻറ്റിൻ്റെ ജോലി എന്താണ്? എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റി ആയിട്ട് നിന്നോട്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി. അപ്പോൾ ഇത് പല കേസുകളിലൂടെ, ഞാൻ പറഞ്ഞതുപോലെ പല കേസുകളിലൂടെ ഇത് കോടതി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 48A 51A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ furnish the principle of jurisprudence. Under this doctrine, the state has a duty as a trustee under Article 48A to protect and improve the environment and safeguard the forest and wildlife of the country. അപ്പോൾ ആർട്ടിക്കിൾ 48A പറയുന്നത് എന്താണ്? ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദി എൻവയോൺമെന്റ്, ടു സേഫ് ഗാർഡ് ദി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് of the country. This public trust doctrine has grown from the Article 21 of the Constitution of India. അത്രയും കൂടെ പഠിച്ചു വയ്ക്കുക. 48A 51A എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് ഈ ഒരു പ്രിൻസിപ്പിളിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഓർക്കേണ്ട കാര്യം 48A എന്താ പറയുന്നത്? പ്രധാനമായിട്ടും അതായത് വൈൽഡ് ലൈഫും അതുപോലെ എൻവയോൺമെന്റും ഇംപ്രൂവ് ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും കൺട്രിയുടെ ജോലിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതുപോലെ ഈ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രൈൻ എങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചറിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതുമായിട്ടാണ് കൂടുതൽ റിലേറ്റഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 21ആണെന്നൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ 2 പർപ്പസ് ആണ് പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രൈനുള്ളത്. ഒന്ന്, ഇറ്റ് മാൻഡേറ്റ് അഫർമേറ്റീവ് സ്റ്റേറ്റ് ആക്ഷൻ ഫോർ എഫക്റ്റീവ് മാനേജ്മെന്റ് റിസോഴ്സസ് ആൻഡ് എംപവർ സിറ്റിസൺ ടു ക്വസ്റ്റ്യൻ ഇൻഎഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. എന്താണ്? ഗവൺമെന്റിന് നന്നായിട്ട് എഫക്റ്റീവായിട്ട് എന്തിനെ മാനേജ് ചെയ്യണം? റിസോഴ്സസിനെ മാനേജ് ചെയ്യണം. കൂട്ടത്തിൽ സിറ്റിസൺസിനെ ചോദ്യം ചെയ്യാം. ഇൻഎഫക്റ്റീവ് മാനേജ്മെന്റ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, നാച്ചുറൽ റിസോഴ്സിന് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺസിനെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ളതും അതുപോലെ സ്റ്റേറ്റിനോട് പറയുന്നതും പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ പബ്ലിക്കിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇൻഎഫക്റ്റീവ് മാനേജ്മെന്റ് ഉണ്ടായാൽ നിങ്ങളത് ചോദ്യം ചെയ്യുകയും വേണം. ഇതാണ് മെയിൻലി ഇതിനകത്ത് പ്രധാനമായിട്ടും ഓർക്കേണ്ട കാര്യങ്ങൾ.